4 വരിയിൽ ശിവനെ ആരാധിക്കാനായി ഈ സമയം ചെലവഴിക്കുന്നു. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അധസ്ഥാ ആരാധ്യാം ഹരിഹര വിരഞ്ജാതി വിരഹി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. താങ്ക് യു സർ. ശ്രീമതി ദിവ്യ ക്രിസ് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. മുത്തപ്പൻ ഇറങ്ങി നിങ്ങളെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അനുഗ്രഹിച്ച മുത്തപ്പൻ എന്താണ് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം എന്ത് പറയുന്ന വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം. ഞാൻ തുളസിദാസ് സാറിൻ്റെ കൂടെ 2 വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സീരിയലാണെന്ന് മാത്രം, സിനിമ ചെയ്തില്ല. പിന്നെ എനിക്ക് മുത്തപ്പനെ കുറിച്ച് പറയാനുള്ളത്, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് എൻ്റെ മുത്തപ്പൻ തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ്. എൻ്റെ 2 മക്കൾക്കും ഒരു അന്നത്തിന് പോലും ബുദ്ധിമുട്ടാതെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച എൻ്റെ മുത്തപ്പൻ എനിക്ക് എൻ്റെ മക്കളെ എന്താ പറയുക, ഒരു നേരം പോലും അന്നത്തിന് ബുദ്ധിമുട്ടാതെ എന്നെ പൈസ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണൂരിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കുടിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞത്, പറശ്ശിനിക്കടവിലെ ഒരുപാട് മുത്തപ്പൻ കെട്ടുന്നത് ഒരാളല്ല, പല ആൾക്കാരാണ് മുത്തപ്പൻ കെട്ടുന്നത്. ആ ശക്തിയെയാണ് നമ്മൾ അല്ലേ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ആ ശക്തിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ വ്യക്തിയല്ല, ശക്തി. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതും മുത്തപ്പൻ എന്ന ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ലൈഫിലേക്ക് വന്ന ഏട്ടൻ. കാരണം ഞാൻ അറിയില്ല, ഞാനെന്ന വ്യക്തിയെ മുത്തപ്പൻ കിട്ടുന്ന ആൾക്ക് അറിയില്ല. ഞാൻ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുടിയലിന് പോയപ്പോൾ അവിടെ നിന്ന് മുത്തപ്പൻ പറഞ്ഞ ഒരേ ഒരു വാക്ക്, എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യം മുത്തപ്പൻ തുറന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്താ, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2 മാസത്തോളം എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ മാറി, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഏട്ടൻ പറഞ്ഞത്, ഞാനോ നീയോ വിചാരിച്ചതാവില്ല, കുഞ്ഞുമോളെ തന്നെ വിളിക്കാം, കുഞ്ഞുമോളെ നമുക്ക് പറശ്ശിനി പോവാം, നമുക്ക് മുത്തപ്പനെ കാണാം നമുക്ക്. അപ്പം ഞാൻ ഒന്നും ചിന്തിക്കാണ്ട് വായിട്ട് പോവാം നമുക്ക്, എനിക്ക് മുത്തപ്പൻ തന്നെയാണ്. ഞാൻ ഏട്ടനും മുത്തപ്പൻ്റെ അടുത്ത് പോയി കരഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനും ഏട്ടനും കരഞ്ഞ് പറഞ്ഞു. 5 ദിവസം കൊണ്ട് എൻ്റെ ആ ഒരു വലിയൊരു പ്രശ്നം മാറ്റി തന്നത് എൻ്റെ മുത്തപ്പൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് മുത്തപ്പനിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രക്കാണ്. ആ ഒരു വീഡിയോ ഈ ചാനലുകാരൊക്കെ വന്ന് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞത്, എൻ്റെ വോയിസ് പോലും പുറം ലോകം കേൾക്കരുത്. കാരണം ഞാനത് മുത്തപ്പനോട് പറഞ്ഞ കാര്യമാണ്, അത് പുറം ലോകം അറിയരുത്. ഞാൻ കരയുന്നത് കണ്ടിട്ട് ഒരുപാട് കമൻസുകൾ എനിക്ക് വന്നു. എന്ത് വിട്ടിത്തോണേ കാണിക്കുന്നത്, ആൾരൂപം അങ്ങനെ ഇങ്ങനെ വേഷം കെട്ടുന്നവരോട് നിങ്ങൾക്ക് നാണമില്ല, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നെ ആ വീഡിയോ കണ്ടിട്ട് അത്രയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യനാണ്, വിവരമില്ലേ, ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്താ ചോറല്ലേ തിന്നത്, കുറച്ച് ബുദ്ധിയില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് അതേ ഉള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞതിന് മുത്തപ്പൻ തരും, അത്രേ ഉള്ളൂ. നമുക്ക് എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുത്തപ്പൻ തരും. മുത്തപ്പൻ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദൈവം തന്നെയാണ് മുത്തപ്പൻ. അതിന് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതം എനിക്ക് തന്ന തെളിവാണത്. ഓരോ യാത്രയിലും എൻ്റെ മുത്തപ്പൻ എനിക്ക് വഴികാട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് കണ്ണൂർക്കാരുടെ അഹങ്കാരമാണ് മുത്തപ്പൻ നമ്മൾ അഹങ്കാരത്തോടെ പറയുന്നത്. ആ ഒരു ചൈതന്യം, മുത്തപ്പൻ്റെ സാന്നിധ്യം, ആ ശക്തിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന മനുവിന് ഒരുപാട് നന്ദി. കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞു, വ്യക്തിയെയല്ല, ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കാം മനസ്സുരുകി. നമ്മൾ ഒരാൾ പോലും മുത്തപ്പൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തവരുണ്ടാവില്ല. മുത്തപ്പൻ്റെ അനുഗ്രഹം നമുക്ക് നേരിട്ടറിയാം. ആ ഒരു ശക്തി എന്താണെന്ന് നമുക്ക് നേരിട്ടറിയാം. എല്ലാവർക്കും
മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി. ആരാണ് മുത്തപ്പൻ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. കാരണം തെക്ക് ഭാഗത്തേക്ക് മുത്തപ്പൻ എന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു കാര്യം പറയാം, പ്രത്യക്ഷ ദൈവം. നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും ഒരു പരിധിക്കപ്പുറം ക്ഷേത്രത്തിനകത്തോട്ടോ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പോറ്റിമാരെയോ, ഞങ്ങളുടെ നാട്ടിൽ പറയും തിരുമേനിമാരെയോ സ്പർശിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് ഭഗവാൻ തൻ്റെ രൂപത്തിൽ തൻ്റെ പ്രജകളുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും നേരിട്ടറിയാൻ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതാണ് ശിവപെരുമാളും നമ്മുടെ മുത്തപ്പൻ വെള്ളാട്ടം മഹാവിഷ്ണുവും. ഇവരെ രണ്ടുപേരെയും നമുക്ക് തൊടാം. അവർ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാവിധ വ്യഥകളും അവർ മനസ്സിലാക്കുന്നു. അവർ നമ്മളോട് ചോദിക്കുന്നു, എന്തിനാണ് മനസ്സ് ഇങ്ങനെ പതറുന്നത്? നിന്റെ മുത്തപ്പൻ നിന്റെ കൂടെയുള്ളപ്പോൾ നീ ഒരിക്കലും വിഷമിക്കണ്ട. നിന്റെ മുത്തപ്പൻ നിന്നിലൂടെ തന്നെ ഇവിടെ ഉണ്ട്. മുത്തപ്പനെ നീ മറക്കരുത്. മുത്തപ്പൻ ഒരിക്കലും നിന്നെ മറന്നിട്ടില്ല. ഏതൊക്കെയോ രാജ്യത്ത് പോയപ്പോൾ മുത്തപ്പൻ അവിടെ ഉള്ളപ്പോൾ മുത്തപ്പ എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയപ്പോൾ മുത്തപ്പൻ്റെ രണ്ട് കണ്ണും ഇത് വെള്ളാട്ടമാണ്, മഹാവിഷ്ണുവാണ്. മുത്തപ്പൻ്റെ കണ്ണ് കെട്ടിയിരുന്ന മുത്തപ്പൻ ഞാൻ ബാക്കിലേ കൂടി എൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഇതെൻ്റെ രക്തമാണല്ലോ എന്നാണ്. ശരിക്കു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. നീ എവിടെയുണ്ടെങ്കിലും എൻ്റെ വിളി, മുത്തപ്പ എന്നുള്ള നിൻ്റെ വിളി ഞാൻ കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ മുത്തപ്പൻ, പ്രത്യക്ഷ ദൈവം. ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ തിരുവനന്തപുരത്ത് 8ാമത്തെ പ്രാവശ്യം വന്നു. നിങ്ങളിലൂടെ ഭഗവാൻ ഇവിടെ ജീവിക്കും. നിങ്ങളും മുത്തപ്പൻ്റെ ഭക്തരായിരിക്കുക. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പ്രത്യക്ഷ ദൈവം. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. മുത്തപ്പന് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരി, മുത്തപ്പനിൽ അർപ്പിച്ച് നിങ്ങൾക്കൊക്കെ ഒരു അതിശയം ഉണ്ടാകും. കാരണം തിരുവനന്തപുരത്ത് തെയ്യത്തെ കൊണ്ടുവന്ന് നടു റോഡിലേക്കൂടെ നടത്തുന്ന ഒരു എക്സിബിഷനായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ വന്നിരിക്കുന്ന മുത്തപ്പനും അതുപോലെയാണോ എന്ന് ചിന്തിച്ച മനസ്സുകളോട് ആദ്യമേ പറയുന്നു, അല്ല, ഇത് ഞങ്ങളുടെ ദൈവമാണ്, പ്രത്യക്ഷ ദൈവം. അദ്ദേഹം കോലധാരിയാണെങ്കിലും അദ്ദേഹം ഇരുമുടി വയ്ക്കുന്ന സമയത്ത് മുടി വയ്ക്കുമ്പോൾ ഭഗവാനായി മാറുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മനസ്സാൽ കാണാൻ പറ്റും. നല്ല മനസ്സോടുകൂടെ ദൈവത്തിൽ അർപ്പിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനോട് പറയും. എല്ലാം ഒരു ഉരുകി ഒലിച്ച് മഞ്ഞുപോലെ പോകട്ടെ. മുത്തപ്പ ശരണം. പ്രിയമുള്ളവരെ, ഭക്തിയുടെ അപൂർവ ശക്തി ജനഹൃദയങ്ങളിലേക്ക് കുങ്കുമച്ചാർത്തായി നിറയ്ക്കാൻ മുത്തപ്പൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന മനുവിന് ഈ വേദിയിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കോട്ടയം കുഞ്ഞച്ചനും കടമറ്റത്ത് കത്തനാരും മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നമ്മുടെ ബാബു സാർ, അതുപോലെ തന്നെ ഒരു 30ഓളം ലൈവ് കമൻട്രികൾ, ജനഹൃദയങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയ വാക്കുകളുടെ രാജകുമാരൻ, എഴുത്തിൻ്റെ രാജകുമാരൻ പ്രവീൺ ഇറവൻകര, പളുങ്ക് മുതൽ പെരുന്തച്ഛൻ വരെയുള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഫിലിം ഫെറ്റേണിറ്റിയുടെ, ടെലിവിഷൻ ഫെറ്റേണിറ്റിയുടെ ബ്ലഡും ബ്രെയിനുമായ ഭാവയിത്ര ജയകുമാർ, അതുപോലെ ബഹുഭാഷാ പണ്ഡിതനായ ക്രിസ്, അദ്ദേഹത്തിന് മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു, നന്നായി സംസാരിക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ ഗോപകുമാർ, അതുപോലെ അഷറഫ് പെഴുമൂട്, പിന്നെ മിനി പോരെ, ബ്രഹ്മചാരിയൊക്കെ മലയാളിക്ക് സമ്മാനിച്ച തുളസിദാസ് സാർ, ഇവരുടെയൊക്കെ ഒരു വേദിയിൽ 2 വാക്ക് പറയാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നല്ല മഴയുള്ള സമയമാണ്. ആകാശത്ത് നിന്ന് നമ്മൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ആകാശത്ത് നിന്ന് താഴേക്ക് മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നത് കാണാം. ഈ മഴത്തുള്ളികൾ ഇലയിൽ വീണ് മാലാഖമാരെ പോലെ നൃത്തം ചെയ്യുന്നത് കാണാം. ഈ മഴത്തുള്ളികളെപ്പറ്റി കൂടുതൽ ആലോചിച്ചാൽ ഈ മഴത്തുള്ളികൾ ചിലപ്പോൾ ആത്മഗതം ചെയ്യും. ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ച് ഞാൻ ഒന്നുമാവാതെ ഒഴുകി കടലിൽ പോയി ചേർന്നേക്കാമെന്ന്. പക്ഷേ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികളെല്ലാം ഒന്നുമാവാതെ പോവാറില്ല. ചിലത് ചിപ്പിക്കുള്ളിൽ വീഴുകയും മുത്തായി മാറുകയും ചെയ്യും. ഈ മുത്തപ്പൻ്റെ വേദിയിലെത്തിയ നിങ്ങൾക്കെല്ലാം മുത്തായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രതിഭേട്ട. അടുത്തത് ശ്രീമതി ബിനു ടോൾ. 2 വാക്ക് സംസാരിക്കുക.
ഒരുപാട് ലേറ്റായിട്ട് വന്നു, അതുകൊണ്ടാണ് ലേറ്റായിട്ട് വിളിക്കേണ്ടി വന്നത്. അതുകൊണ്ട് 2 വാക്കിൽ എല്ലാം പറയുക. എറണാകുളത്തു നിന്നാണ് കേട്ടോ, ഇതിനായിട്ട് വന്ന മുത്തപ്പനെ കാണാനായിട്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എനിക്കൊരു 2 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ കണ്ണൂർ പോയപ്പോൾ 2 തവണ മുത്തപ്പനെ സന്ദർശിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കൊരുപാട് മലയാളം സാഹിത്യപരമായിട്ട് പറയാൻ അറിയില്ലേ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഓർഗനൈസേഴ്സ് മനുച്ചേട്ടനായാലും വിജയനങ്കിളായാലും എന്നെ ഈ പരിപാടിയിലോട്ട് ക്ഷണിച്ചതിൽ. ഇതുപോലൊരു ദൈവസന്നിധിയിൽ എനിക്ക് വരാൻ പറ്റിയാലും നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഒരേ കാരണമാണ് മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളത്. സോ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഏറെ സ്നേഹം, സന്തോഷം. ദേശം, ഭാഷ, സംസ്കാരം, ആ സംസ്കാരത്തിലും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒരു സംഭാവനയാണ് നമ്മുടെ മുത്തപ്പൻ. അതായത് മുത്തപ്പൻ്റെ അനുഗ്രഹമാണ് നമ്മൾക്കെല്ലാവർക്കും മനു സംഘടിപ്പിച്ച ആ മുത്തപ്പനെ ഇന്നിവിടെ കാണാനായിട്ട് കിട്ടിയത്. അതിന് മനുവിനോട് എല്ലാ അനുഗ്രഹങ്ങളും, മനുവിൻ്റെ ആ കടന്നു വന്ന ആ വഴികളിലുള്ള ആ വേദനയിൽ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു, എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ മുത്തപ്പനെ കാണാനെത്തിയിരിക്കുന്ന വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അധികം സമയം നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി എടുത്തു. കൂടുതൽ സമയം നാം ചിലവഴിച്ചുവെങ്കിലും പല നല്ല കാര്യങ്ങളും പലരിൽ നിന്നും അവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. എന്തായിരുന്നാലും ഇന്ന് ഇപ്പോൾ മുത്തപ്പൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി സാവധാനത്തോടുകൂടി ആ അനുഗ്രഹം വാങ്ങി പോവുക. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇനി മുത്തപ്പൻ്റെ എഴുന്നള്ളിപ്പാണ്. എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കുക.